إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون. അഹ്ലുൽ മുസ്തഫയുടെ അഡ്മിനായിട്ടുള്ള ബുഷ്റ ബീവി അവരുടെ പ്രിയ സഹോദരൻ മർഹൂം സയ്യിദ് സൈൻ മുല്ലക്കോയ തങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഇങ്ങനെ ഒരു ദുആ ചെയ്യുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടവും അവിടുത്തെ പേരമകനായ സയ്യിദ് സൈൻ മുല്ലക്കോയ തങ്ങളുടെ മരണാനന്തര ജീവിതത്തിലേക്ക് മുത്തുനബി തങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സയ്യിദ് അവറുകൾ വളരെയധികം സന്തോഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകളുടെ ഖബർ ജീവിതം സ്വർഗീയ അരമമാക്കി, ഖബർ വിശാലമാക്കി, കണ്ണെത്താ ദൂരത്ത് മനോഹരമാക്കി, പച്ച നിറഞ്ഞ സ്വർഗീയ മാളികയാക്കി കൊടുക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി തങ്ങളോടൊപ്പമുള്ള അർവാഹുകളുടെ കൂട്ടത്തിൽ അസ്ഹാബുൽ ബദരീങ്ങളോടൊപ്പം സന്തോഷിച്ച് അഹ്ലുജ്ജന്നത്തുൽ ബഖീഇൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു പുറത്ത് ചെയ്ത നന്മകൾക്കനുസരിച്ച് ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നമ്മിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഖത്മുൽ ഖുർആൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ജമാഅത്തായിട്ടോ പൂർത്തിയാക്കുക എന്നുള്ളത്. അതോടൊപ്പം ഓരോ ദിവസവും 40 തികയുന്നത് വരെ നിങ്ങളാൽ കഴിയുന്ന ഫാത്തിഹയും എല്ലാ ദിവസവും ഓതുന്നതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസും 40 തികയുന്നത് വരെ ഓതാൻ ശ്രമിക്കുക. ഓരോ യാസീനും മുൽക്കും ഇതുപോലെ ഓതാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ ദിവസവും ദിക്റും ഇസ്തിഗ്ഫാറും ഈ പറയപ്പെട്ട ഖത്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, ഇഖ്ലാസ്, ദിക്ർ, ഇസ്തിഗ്ഫാർ, അതുപോലെ സ്വലാത്ത് കഴിയുമെങ്കിൽ ഈ പറയുന്ന 8 കാര്യങ്ങളും ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത് സ്വരൂപിച്ച് 40ലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്, ഏറ്റവും വലിയ സമ്പത്താണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോകുന്ന വ്യക്തികളോട് കടമയും കടപ്പാടുമുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം കൂടിയാണ് ഈ പറയുന്ന നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഖിദ്മ. അത് കഴിഞ്ഞാണ് നമ്മളുടെ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പാവങ്ങളെ സഹായിക്കുക, യതീമുകളുടെയും അനാഥകളുടെയും കണ്ണീരൊപ്പുകയും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും ഒക്കെ നല്ല കാര്യമാണ്. അതോടൊപ്പം പരിശുദ്ധ മദീന നിവാസികളായ പാവങ്ങളെ സംരക്ഷിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഖുർആൻ വഖഫ് ചെയ്യുന്നതും മദീന മുനവ്വറയിൽ ഖുർആൻ വഖഫ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. എന്താണോ നമുക്ക് കഴിയുന്നത് അതെല്ലാം നമ്മൾ ചെയ്ത് ഖബറാളികളെ സന്തോഷിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു മർഹൂം സയ്യിദ് സൈൻ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു
وعسله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين والحمد لله رب العالمين. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാൻ റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, മഹാനായ മുല്ലക്കോയ തങ്ങൾ അല്ലാഹുവേ, ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ, സ്വർഗീയ പൂന്തോപ്പാക്കണേ അല്ലാ. സയ്യിദ് അവർകൾ ജന്മം കൊണ്ട് ആ ഉമ്മയുടെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അല്ലാഹുവേ ഈ നിമിഷം വരെ ചെയ്തു കൂട്ടിയ എല്ലാ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരവും ആ ഖബറിൽ പ്രകാശമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്ത് ഖൈറാത്തുകൾ നിറയ്ക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കളോടൊപ്പം ഹബീബായ മുത്തുനബി തങ്ങളോടൊപ്പം അർവാഹുകളോടൊപ്പം ഒന്നിച്ചു ചേരാൻ തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ നീ ആഫിയത്തും ആരോഗ്യവും റാഹത്തും സന്തോഷവും ഹിമ്മത്തും എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അവരുടെ മക്കളിൽ നൽകണേ അല്ലാ, സഹധർമ്മിണികളിൽ നൽകണേ, സഹധർമ്മിണിയിൽ നൽകണേ അല്ലാ. പടച്ചവനെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികളുടെ കൂട്ടായ്മയായ അഹ്ലുൽ മുസ്തഫയുടെ അഡ്മിനായി സേവനം ചെയ്യുന്ന ബുഷ്റ എന്ന സഹോദരിയുടെ സഹോദരൻ കൂടിയാണ് റഹ്മാനെ. അവർ ചൊല്ലിയും ചൊല്ലിപ്പിച്ചതുമായ സ്വലാത്തുകൾ മുൻനിർത്തി ദ്വാരക്കുന്നു. യാ റസൂലല്ലാഹ്, അവിടുത്തെ ദർബാറിൽ നിന്നുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളുടെ മസ്ജിദുൻ നബവിയിലെ ഹറമിൽ നിന്നുകൊണ്ട് അവിടുത്തെ പേരമകന് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഈ കൂട്ടായ്മയിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഖബറിൽ ഈ സന്തോഷം നീ എത്തിക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവേ. മുത്തുനബി തങ്ങളോടൊപ്പം നീ എത്തിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.